കഴിഞ്ഞ തവണ ദേശീയ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ 2 അവാർഡിൽ മാത്രം ഒതുങ്ങിപ്പോയ ദ കേരള സ്റ്റോറിക്ക് ഇത്തവണ മിനിമം കുറഞ്ഞത് ഒരു 5 അവാർഡെങ്കിലും കൊടുക്കണം എന്നുള്ളത് ആഗ്രഹിച്ചുകൊണ്ട് ദ കേരള സ്റ്റോറി 2 എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ഇത് കഴിഞ്ഞ തവണ കിട്ടിയത് ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി, ബെസ്റ്റ് ഡയറക്ടർക്കാണ്. അപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചത് ഇത് കുറഞ്ഞുപോയി. കാരണം ഇത്രയും മഹത്തായ ഒരു സിനിമ, ഇത്രയും വിഷങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തി സമൂഹത്തെ വളരെയധികം മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന പച്ചയായ സത്യങ്ങൾ മാത്രം വിളമ്പുന്ന ഒരു സിനിമ, ആ സിനിമയുടെ മികച്ച ഛായാഗ്രഹണം, മികച്ച സംവിധാനം, മികച്ച സംഭാഷണങ്ങൾ എല്ലാം കൊണ്ടും ഈ സിനിമ നമ്മൾ ഈ താളിയോലയിലൊക്കെ എഴുതി വെക്കണമെന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ സ്വർണ്ണ ലിപികളിലാൽ എഴുതി വെക്കേണ്ട ഒരു സിനിമയെ വെറും 2 അവാർഡുകൾ മാത്രം കൊടുത്ത് ഒതുക്കിക്കൊണ്ട് എന്തിനാണ് ഇവിടെ 2 അവാർഡുകൾ മാത്രം കൊടുത്തതെന്നുള്ളൊരു ചിന്ത ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അത് തിരുത്താൻ 2 അല്ല, ഇത്തവണ ഞങ്ങൾ കുറഞ്ഞത് ഒരു 5 എണ്ണമെങ്കിലും വാങ്ങിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദ കേരള സ്റ്റോറി 2ൻ്റെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ആദ്യ ഭാഗം സംവിധാനം ചെയ്തിരുന്നത് സുദീപ്തോ സെന്നാണ്. അദ്ദേഹത്തെ ഈ 2ാം ഭാഗത്തിൽ കാണുന്നില്ല. ഈ സിനിമ ഇപ്പോൾ സംവിധാനം ചെയ്യുന്നത് കമാഖ്യ നാരായൺ സിംഗ് ആണ് ഈ സംവിധായകൻ്റെ പേര്. നമുക്ക് ഇതിൻ്റെ ടെക്നിക്കൽ ക്രൂവിലൊക്കെ വരുന്നതിന് മുമ്പ് ഈ സിനിമയുടെ ട്രെയിലർ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിനകത്തൊരു 3 സ്ഥലങ്ങളാണ് ഇവർ പറയുന്നത്. ഒന്ന് മധ്യപ്രദേശ്, രാജസ്ഥാനിൽ തുടങ്ങി മധ്യപ്രദേശ്, പിന്നെ കേരള. അതിൽ പറഞ്ഞിട്ട് ഈ പെൺകുട്ടികളെ മതം മാറ്റി ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ് ഈ സിനിമയുടെ ട്രെയിലർ കണ്ടന്റ് കാണിക്കുന്നത്. കേരള സ്റ്റോറി അതിഭീകരമായിരുന്നു. ഇപ്പോൾ വന്നപ്പോഴേക്കും അങ്ങനെ കാണിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോമഡി ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞിരിക്കുന്നൊരു കാര്യം, ഒരു മലയാളി പെൺകുട്ടിയെ ജയിലിനുള്ളിൽ വെച്ച് 5 പേർ ചേർന്ന് കൂട്ടത്തോടെ പിടിച്ചു നിർത്തി ബീഫ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതായത് കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾക്ക് ഈ ഗോദ സിനിമയിൽ ടൊവിനോ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. അതായത് ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റ് എന്ന് പറയുന്നത് മലയാളികൾക്ക് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണെന്ന് പറയുന്നുണ്ട്. ഒരു മലയാളി പെൺകുട്ടിയെ ബീഫ് കഴിപ്പിക്കാൻ വേണ്ടി കുത്തിക്കയറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതൊരു മലയാളി പെൺകുട്ടിയായിട്ട് അവർ പോർട്രേ ചെയ്തതിലാണ് ഇത് ആദ്യത്തെ തെറ്റ്. ഇവിടെ മലയാളികളിൽ പ്രത്യേകിച്ച് ബീഫ് കഴിക്കുന്നവരുണ്ടാവും, കഴിക്കാത്തവരുണ്ടാവും. അതിപ്പോൾ കേരളം, തമിഴ്നാടെന്നൊന്നുമില്ല. പക്ഷെ കേരളത്തിൽ ബീഫ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫെസ്റ്റിവൽ നടത്തുകയും ഇവിടെ അങ്ങനെയുള്ളൊരു ഇമ്പോസിങ് പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞ് വിളിച്ചു പോവുകയും ചെയ്ത് ബീഫ് ഇന്നും വളരെ ആഘോഷത്തോടു കൂടിയും തല ഉയർത്തി കഴിക്കുകയും ചെയ്യുന്നവരാണ് മലയാളികൾ. ഭക്ഷണത്തിൽ ഒരു തരത്തിലുമുള്ള ഇമ്പോസിങ്ങും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തി ബീഫ് ഇപ്പോഴും നമ്മൾ വളരെയധികം കഴിക്കുന്നുണ്ട്. അവരുടെ ഇടയിലാണ് ഒരു പെൺകുട്ടി 5 പേർ ചേർന്ന് ബീഫ് കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നത്. എന്തായാലും അത് പക്ഷേ അത് വളരെ സീരിയസ് ആണല്ലോ. നമ്മൾ കേരളത്തിൽ ബീഫ് കഴിക്കില്ല എന്നുള്ളതാണ് അവർ ചിന്തിച്ചിരിക്കുന്നത്. എന്തിനാ ഈ മനസ്സിലാവുന്നില്ല എന്താണ് അവരുടെ നറേറ്റീവ് എന്നുള്ളത്. എന്തായാലും ഞാൻ ബീഫ് കഴിക്കില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞാൻ ബീഫ് കഴിക്കില്ല എന്ന നായിക പറയുന്നത് കേട്ടപ്പോൾ ആർക്കാണ് ഇവിടെ രോമാഞ്ചം വന്നതെന്നുള്ളത് നമ്മൾ ചിലർക്ക് മനസ്സിലായി കാണും. എന്തായാലും അവർക്ക് രോമാഞ്ചം അടിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കാം ഈ സിനിമ. എന്തായാലും അപ്പോൾ അടുത്ത വർഷം നാഷണൽ അവാർഡ് വരുമ്പോഴേക്കും ഈ സിനിമ തൂക്കും. സിനിമാറ്റോഗ്രഫി, ഡയറക്ഷൻ മാത്രമല്ല, സംഭാഷണങ്ങളിലും മികച്ച അഭിനയത്തിനും ഒക്കെ തന്നെയുള്ള അവാർഡുകൾ ഇപ്പോൾ തന്നെ അവർ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി സിനിമകൾ എടുക്കാൻ പോകുന്നവരൊക്കെ, അവാർഡുകൾ പ്രതീക്ഷിച്ച സിനിമകൾ എടുക്കാൻ പോകുന്നവർ ദയവേദ വഴിക്ക് പോകണ്ട. കാരണം ഉള്ളതെല്ലാം ഈ പടം എടുത്തു കഴിയുമെന്നതും പറയാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും കേരളത്തിലെ കുറിച്ച് 2 കാര്യങ്ങളൊക്കെ, പല കാര്യങ്ങൾ, ഇപ്പോൾ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ അവർ ആദ്യം കൊണ്ടുവന്നപ്പോൾ തന്നെ ഇതിനെതിരെ ഭയങ്കര വിമർശനങ്ങൾ നമ്മൾ ഉയർത്തി. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ എല്ലാവരും, മാധ്യമപ്രവർത്തകർ, ജനങ്ങൾ എല്ലാവരും ചേർന്ന് ഈ സിനിമയെ വല്ലാത്ത രീതിയിൽ അതിനെ തേച്ചൊട്ടിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ നമ്മൾ ഒട്ടിച്ചു. ഇത് ഏത് കേരളമാണെന്ന് പോലും നമ്മൾ ചോദിച്ചു. പക്ഷേ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അവർക്ക് കുറച്ചുകൂടെ ആ ഒരു പബ്ലിസിറ്റി ബൂസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ അവർ വീണ്ടും ഇപ്പോൾ 2ാം ഭാഗമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഫെബ്രുവരി 27-ാം തീയതി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. എന്തായാലും ഈ സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അതിനെക്കുറിച്ച് പറയാം. UA 16+ ആണ് ഈ സിനിമയുടെ സർട്ടിഫിക്കറ്റ്. കട്ടോ? എന്തിന് കട്ട്? ഈ സിനിമയിൽ ഇനി എന്ത് കട്ട് ചെയ്യാനാണ്? ഇത്രയും നല്ലൊരു കണ്ടൻറ്റ്, വിഷങ്ങളൊന്നുമില്ലാത്ത കണ്ടൻറ്റ്, സമൂഹം ഒന്നായി കാണണമെന്ന് പറയുന്ന ഒരു കണ്ടൻറ്റിന് എന്തിനാണ് കട്ട് എന്നാണ് സെൻസർ ബോർഡ് ചോദിച്ചത്. ഞങ്ങൾക്കിത് കാണുക പോലും വേണ്ട, നിങ്ങൾക്ക് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് തന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമയെ സെൻസർ ബോർഡ് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പം സെൻസർ ബോർഡിൻ്റെ കാര്യം പറഞ്ഞാൽ ഏറ്റവും കോമഡിയാണെന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. നിങ്ങൾ ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ നിങ്ങൾ മാത്രമായിട്ടൊന്ന് കണ്ടു നോക്കിക്കുക. അവർക്ക് ഇതുപോലത്തുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു രോമാഞ്ചമാണ്. അവരപ്പം തന്നെ സർട്ടിഫിക്കറ്റ് അടിച്ച് കയ്യിൽ തരും. നമ്മൾ ഈ കൊച്ചിൻ ഹനീഫ് ഒരു പടത്തിൽ പറയുന്നുണ്ട്, അപ്പം തന്നെ സർട്ടിഫിക്കറ്റ് എടുത്ത് തന്നിട്ട് കിട്ടുണ്ടെങ്കിൽ സെലിഫിൻ്റെ BA എന്ന് പറഞ്ഞ പോലെ അപ്പം തന്നെ PWD എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ട് UA 16+ ഒന്ന് തന്നിട്ടുണ്ട്. അത് ആ അവസ്ഥയാണ് നിൽക്കുന്നത്. അങ്ങനെ ഈ സിനിമയ്ക്ക് ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നമില്ല. നേരെ മറിച്ചൊരു സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നായകൻ്റെ ഒരു സിനിമ അവിടെ ആർമി ഒഫീഷ്യൽസ് എന്തോ എംബ്ലം ഒക്കെ മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ 1.5 മാസമായിട്ട് അവിടെ കോടതിയും കേസും എന്നൊക്കെ പറഞ്ഞ് കിടക്കുകയാണ്. ഇതുവരെ ആ സിനിമ വെളിച്ചം കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഏപ്രിൽ 30 വരെ ആ സിനിമ വരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇതുപോലുള്ള വിഷങ്ങൾ
ചീറ്റുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുന്ന സെൻസർ ബോർഡ്. അപ്പോൾ ഇതിനകത്ത് ഒരു കട്ടുമില്ല. UA16+ സർട്ടിഫിക്കറ്റ് എടുത്ത് കയ്യിലങ്ങ് കൊടുക്കുകയാണ്. ഇല്ല, ഇത് ജനങ്ങൾ കാണട്ടെ എന്ന് പറഞ്ഞിട്ട്. എന്ത് ഇല്ലോജിക്കലാണ്, എന്ത് തോന്നിവാസമാണ് നാട്ടിൽ നടക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മുതിരേണ്ടിയും വരും. എന്തായാലും ഇത് ഏത് കേരളമാണ് എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. കാരണം നമ്മൾ കണ്ട കേരളമൊന്നുമല്ല ഇവർ ഈ കാണിച്ചു വെച്ചേക്കുന്നത്. ചിലപ്പോൾ ഇവരുടെ ഭാവനയിൽ ഉണർന്ന കേരളമാണെങ്കിൽ അത് എന്തുമാത്രം വിഷമുള്ള ഭാവനയാണ് എന്നതും കൂടി സ്വാഭാവികമായിട്ടും ഓർത്തു പോവുകയാണ്. എന്തായാലും ഇതിൻ്റെ കമൻറ്റ് സെക്ഷനൊക്കെ കാണണം, ഭയങ്കര രസമായിട്ട്. അതായത് ഇവരുടെ ട്രെയിലറിൽ തന്നെ കമൻറ്റ് സെക്ഷനിലെ ടോപ്പ് ചില കമൻറ്റ്സ് വായിക്കാം. ഒന്നാമത്തത്, മേക്കേഴ്സ് ഓഫ് മൂവി ഷുഡ് കം ടു കേരള. കേരള സ്റ്റോറിയൊക്കെ വെച്ചാണ് നിങ്ങൾ സിനിമ ചെയ്യുന്നത്. നിങ്ങൾ ആ പച്ച ഗ്രീൻ റൂമിലൊക്കെ ഇരുന്ന് മാറി, അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീനിൽ നിന്നൊക്കെ മാറി സിനിമാറ്റോഗ്രാഫിക്ക് കൊടുത്തതാണ് ഏറ്റവും വലിയ കോമഡി കേട്ടോ. ഗ്രീൻ സ്ക്രീനിൽ ബാക്കിൽ 2 തെങ്ങും വെച്ച് ഒരു വലയും വെച്ചിട്ട് അതിൽ ഷൂട്ട് ചെയ്ത പടത്തിന് നിങ്ങൾക്ക് മികച്ച സിനിമാറ്റോഗ്രാഫിയുടെ നാഷണൽ അവാർഡ് വരെ കിട്ടി. അപ്പോൾ നിങ്ങൾ ഈ ഇടയ്ക്കൊന്ന് കേരളത്തിലേക്ക് വരണം. ഇപ്പോൾ പല സിനിമകളും മലയാളി പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പരം സുന്ദരി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏത് കേരളമാണ് എന്ന് പോലും സത്യം പറഞ്ഞ് ചിന്തിച്ചു. അത് ഇപ്പോഴത്തെ കേരളമൊക്കെയാണ് അവർ കാണിക്കുന്നത്. അത് വേറെ കോമഡി. അപ്പോൾ ഈ പടത്തിന് ആളുകളൊന്നും കേരളത്തിലേക്ക് വന്നാൽ മതി. നിങ്ങൾ ഇത്രയും ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ഡയലോഗൊക്കെ എഴുതാം. നിങ്ങളൊന്ന് കേരളത്തിലേക്ക് വന്നിട്ട് നിങ്ങൾ ഈ സിനിമ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊന്നും ഇവിടെ കിട്ടില്ല. അതായത് നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ആ വിഷമുണ്ടല്ലോ, അത് പ്രതീക്ഷ നിങ്ങൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടില്ല. അല്ലാണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു കേരളത്തിൻ്റെ ഒരു സിനിമ കാണാൻ ആഗ്രഹമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അത് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റിയ വലിയ ഉപകാരം. അടുത്ത നെക്സ്റ്റ് നാഷണൽ അവാർഡ് ലോഡിങ് ദർ ഇസ് നോ സെൻസർ കട്ട് എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സെൻസർ കട്ടൊന്നും വേണ്ട, ഇറങ്ങിക്കോ, നിങ്ങളൊന്ന് റിലീസ് ചെയ്താൽ മതി. നാഷണൽ അവാർഡ് ഞങ്ങളിവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കബോർഡിലുണ്ട്, അത് നിങ്ങൾക്ക് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ ജൂറി അംഗങ്ങളും സെൻസർ ബോർഡും ഒക്കെ നിൽക്കുന്നത്. എന്തായാലും ഒരുപാട് കോമൻറ്റ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് കുറേ കോമഡി കമൻസൊക്കെ ഉണ്ട്. നൊസ്റ്റാൾജിയ പണ്ട് എന്നെ കഫ് സിറപ്പ് ഇങ്ങനെയാണ് കുടുംബക്കാർ കുടിപ്പിച്ചിരുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേ മലയാളികൾ അങ്ങ് നിരത്തിയിരിക്കുകയാണ് ഇതിൻ്റെ കമൻറ്റ് സെക്ഷൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എന്തായാലും ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്ന തിയേറ്ററുകളിൽ ബീഫ് വിളമ്പി പ്രതിഷേധിക്കണം എന്ന് പറഞ്ഞ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് കേരളത്തിലെ തിയേറ്ററുകളിൽ സംഭവിക്കാം കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് പ്രതിഷേധം കാണിക്കുമല്ലോ. അല്ലാതെ കേരളത്തിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ മറ്റ് സംസ്ഥാനക്കാരുടെ മുന്നിലേക്ക് ഈ സിനിമ കൊണ്ടെത്തിക്കുക, അല്ലെങ്കിൽ ലോകത്തിന് മുന്നിലേക്ക് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയും കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് മുഴുവൻ വിഷമാണ്, ഇതിനകത്ത് മതങ്ങളെ കൺവേർട്ട് ചെയ്യാൻ, പെൺകുട്ടികളെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, ബീഫ് കഴിപ്പിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു. അബ്സേർഡിറ്റിയും തോന്നിവാസവും നിങ്ങൾ വിളിച്ചു കൂവി സിനിമയിൽ വിഷങ്ങൾ ചീറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ആളുകളിലേക്ക് നിങ്ങൾ കൂടുതൽ വിഷങ്ങൾ ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് സംസ്ഥാനത്തിൻ്റെ പേരിൽ അങ്ങ് മുദ്ര കുത്തപ്പെടുകയും കൂടെ ചെയ്യുമ്പോഴാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. ഒരു ട്രെയിലർ ഏതായാലും റിലീസായി. നാനാ ഭാഗങ്ങളിൽ നിന്ന് ഇവർക്ക് നെഗറ്റീവ് കമൻറ്റ്സ് കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഈ സിനിമയുടെ ആളുകൾക്ക് വേണ്ടതും അതുതന്നെയാണ്. കേരള സ്റ്റോറി റിലീസാവുന്ന സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അതിൻ്റെ 32,000 എന്നൊക്കെ പറഞ്ഞ് കണക്കുകളൊക്കെ വിളമ്പി നാണം കെട്ട കണക്കുകൾ പുറത്തു വിട്ട് ഇവിടെ എന്തോ വലിയ ഭീകരത നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഫാക്ച്വലി ഒന്നും നോക്കാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോകുന്ന കേരള സ്റ്റോറി എങ്ങനെയാണോ അതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് കേരള സ്റ്റോറി 2 പ്രതീക്ഷിക്കാം. ആ സിനിമയുടെ കണ്ടൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം അവർക്ക് അതിൽ നിന്നും കുറേ മൈലേജ് കിട്ടി, നെഗറ്റീവ് ആണെങ്കിൽ പോയി 2 നാഷണൽ അവാർഡ് കിട്ടി, എന്തോ വലിയ മഹത്തായ സിനിമയാണെന്ന് ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ, അത് അവിടുത്തെ നോർത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ പറയുന്നു. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ അവർ കേരള സ്റ്റോറി 2 ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഫ്യൂവൽ എവിടെ നിന്നാണ് അവർക്ക് കിട്ടുന്നത്? ആ ഫ്യൂവൽ കിട്ടുന്നത് ഇതുപോലുള്ള ഒരു ഇമ്പാക്റ്റ് കാരണമാണ്. ഇത് കൊള്ളാം, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റീച്ച് കിട്ടും, ഞങ്ങൾക്ക് പണം കിട്ടും എന്നുള്ള രീതിയിൽ പോലും അതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനും അങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം കേരള സ്റ്റോറി 2 അവർ വരുമ്പോഴും അവർ അതേ രീതിയിൽ തന്നെയാണ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും. അബ്സേർഡിറ്റി എന്താണെന്ന് വെച്ചാൽ സെൻസർ കട്ട് ഇതിൽ നിന്നും ഒരു കട്ടും പ്രതീക്ഷിക്കാതെ UA16+ സർട്ടിഫിക്കറ്റും കൊടുത്തിട്ട് അങ്ങ് ഇറക്കി വിടുകയാണ്. ഇത് ചോദ്യം ചെയ്യുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് പരിഹരിക്കുക എന്ന് പറയുന്നത് നാഷണൽ അവാർഡ് കൊടുത്തിട്ട് വേണം. അപ്പോൾ ഇങ്ങനെ ഇതുപോലുള്ള പലതും കാണും. അതിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന നോർത്തിലെ പല നേതാക്കളും ഉണ്ടെങ്കിൽ കേരള സ്റ്റോറി 3ഉം 4ഉം ഒക്കെ വന്നാലും ഇതിനകത്ത് അത്ഭുതമൊന്നുമില്ല. പക്ഷേ സത്യം വേറൊന്നാണ്, ഇവർ കാണിക്കുന്നത് വേറൊന്നാണ് എന്നത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്തായാലും എൻ്റെ ഒന്നും കേരളം ഇങ്ങനെയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയല്ലേ എന്നാലും ഈ മലയാളികളോട് ആരോട് ചോദിച്ചാലും ഇതങ്ങനെയല്ല എന്ന് തന്നെയായിരിക്കും അവരും പറയാൻ പോകുന്ന മറുപടി. എന്തായാലും ഫെബ്രുവരി 27 ചിത്രം തിയേറ്ററുകളിലേക്ക് വരികയാണ്. ഈ സിനിമ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ വിഷം തിയേറ്ററിൽ പോയി കാണണമെന്ന് ആഗ്രഹിക്കാത്ത കുറേ പേരുണ്ടാവും, സ്വാഭാവികം. ഇതൊന്നും സിനിമ എന്ന് പറയുന്നൊരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒന്നല്ലാത്തത് കൊണ്ട് തന്നെ
ഇതിനങ്ങനെയും കൂട്ടാം. എന്തായാലും ഈ സിനിമയുടെ തുടക്കത്തിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇൻസ്പയർഡ് ബൈ മെനി ട്രൂ ഇവൻറ്റ്സ് എന്നുള്ളത്. എന്താണ് ട്രൂ ഇവൻറ്റ്സ് എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം. എന്തായാലും ട്രെയിലർ കൊള്ളാം, ഭയങ്കര രസമുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുണ്ട്. ഫാക്ച്വലി ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക, നമുക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.